കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഡെയിലി റൺ ചെയ്യുന്നുണ്ട്. ഈ കുറച്ച് മാസങ്ങളായിട്ട് ഒരു പാസ്റ്റ് 3 മന്ത്സ് ആയിട്ട് ഞാൻ ഹൈബ്രിഡ് ട്രെയിനിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റണ്ണിങ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഞാൻ ചെയ്ത മിസ്റ്റേക്സും ഇനി ഒരാൾ റണ്ണിങ്ങിലോട്ട് വരുമ്പോൾ അയാൾ എങ്ങനെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് റണ്ണിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. റണ്ണിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ, റണ്ണിങ് ചെയ്ത് തുടങ്ങണം, റണ്ണിങ് ഒരു ആക്ടിവിറ്റി ആക്കണം എന്ന് താല്പര്യമുള്ളവർ വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കാണാം. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു ബിഗിനർക്ക് എങ്ങനെ റണ്ണിങ് ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു വാക്ക് റൺ അപ്രോച്ച് ആണ്. വാക്ക് റൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് വാക്കും 1 മിനിറ്റ് റണ്ണും, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതൊരു 3 to 5 സെറ്റ്സ് ഫസ്റ്റ് വീക്കിൽ ചെയ്യാം. 3 to 5 സെറ്റ് വാക്ക് റൺ അപ്രോച്ച്, 1 മിനിറ്റ് വാക്ക് 1 മിനിറ്റ് റൺ, ഇതാണ് ഫസ്റ്റ് വീക്കിൽ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വേണം ചെയ്യാൻ. ഒരു ദിവസം ചെയ്യുക, ഒരു ദിവസം ഓഫ് എടുക്കുക, ഒരു ദിവസം ചെയ്യുക, ഒരു ദിവസം ഓഫ് എടുക്കുക. അങ്ങനെ ആഴ്ചയിൽ ഒരു 4 ഡേയ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 3 ഡേയ്സ് ആയാലും യാതൊരുവിധ പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ഇത് ഈസി ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 മിനിറ്റ് റണ്ണും 1 മിനിറ്റ് വാക്കും ചെയ്യാം. ഈ കാര്യം ചെയ്യാം. ഇതും ഇതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീക്കിലി ഒരു 4 ഡേയ്സ് 3 to 4 ഡേയ്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 1 മിനിറ്റ് റണ്ണും അതുപോലെ തന്നെ 2 മിനിറ്റ് റണ്ണും നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഈസി ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് 5 മിനിറ്റ് റണ്ണും 3 മിനിറ്റ്സ് വാക്കുമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യും. ഓക്കെ, ഈ ഒരു 5 മിനിറ്റ്സ് റണ്ണും 3 മിനിറ്റ്സ് വാക്കും നിങ്ങൾ ചെയ്യേണ്ടത് 3 സെറ്റ്സ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ ഒരു സംഭവം ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 കിലോമീറ്റർ റണ്ണിങ് ആണ്. 2 കിലോമീറ്റർ റണ്ണിങ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഭയങ്കര ഈസി പേസിൽ ചെയ്താൽ മതി. ഒരു കാരണവശാലും നിങ്ങൾ സ്പീഡൊന്നും ചെയ്യേണ്ട, ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക, 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്യാം, വിത്ത് സ്ലോ പേസ്, കോൺവെർസേഷണൽ പേസ്. നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന, ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും സ്പീഡിൽ ഓടാണ്ടിരിക്കാനാണ്. കാരണം ആദ്യം തന്നെ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് 2 കിലോമീറ്റർ ഈസി ആയി തുടങ്ങും. അത് ഈസി ആയി തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം 15 മിനിറ്റ്സ്, അതായത് 15 മിനിറ്റ് എങ്കിലും ലോങ് റൺ ചെയ്യുക. സോൺ 2, അതായത് സോൺ 2 എന്ന് പറയുമ്പോൾ ഈസി റൺ ആണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ കോൺവെർസേഷണൽ പേസിൽ സമാധാനപരമായിട്ട് 15 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് റൺ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി റണ്ണിങ്ങിൽ ഇമ്പ്രൂവ് ആയി വന്നോളും. ഓക്കെ, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയതോടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് 5K അടിക്കാം, ഫസ്റ്റ് 10K അടിക്കാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഡിസ്റ്റൻസ് കൂട്ടാം, നിങ്ങളുടെ പേസ് കൂട്ടാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഫസ്റ്റ് ബേസ് ഈ കാര്യങ്ങൾ നിങ്ങൾ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയി മാറണം. അത് ചിലവർക്ക് ചിലപ്പോൾ 1 മന്ത് കൊണ്ടാവും, ചിലവർക്ക് 2 മന്ത് ആവും, 3 മന്ത് ആവും, 4 മന്ത് ആവും. ടൈം ഡ്യൂറേഷൻ നിങ്ങൾ നോക്കണ്ട, സ്റ്റേ കൺസിസ്റ്റന്റ്. എല്ലാവരും ഒരേപോലെയല്ല, ഈ ഭൂമിയിൽ ആരും ഒരേപോലെയല്ല. സ്റ്റേ കൺസിസ്റ്റന്റ്. ഓക്കെ, പിന്നെ എനിക്ക് ലാസ്റ്റ് പറയാനുള്ള ഒരു ബോണസ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്താൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം സ്ട്രെങ്ത് ട്രെയിനിങ്, ബോഡി വെയിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അല്ലാണ്ട് ജിമ്മിൽ പോയി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല. പിന്നുള്ള കാര്യമാണ് റണ്ണിങ് ഷൂസ്. റണ്ണിങ് ഷൂസ് പ്രോപ്പർ അല്ലെങ്കിൽ എല്ലാ ഇഞ്ചുറിയും വരും. നല്ലൊരു റണ്ണിങ് ഷൂസ് തന്നെ വാങ്ങുക. ഒരു 1500 മുകളിലുള്ള ഷൂസ് വാങ്ങുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഡെക്കാത്തലോൺ ആണ്. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ബ്രാൻഡ് ഡെക്കാത്തലോൺ ആണ്. ഞാൻ കുറേ കാലം 4 വർഷത്തോളം ഞാൻ ഡെക്കാത്തലോൺ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഷൂസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ മിനിമം ഒരു 1500 മുകളിലുള്ള ഡെക്കാത്തലോണുള്ള ഷൂസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് റണ്ണിങ് ചെയ്യാൻ. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂട്രീഷൻ ആണ്. ആവശ്യത്തിനുള്ള ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിച്ചിരിക്കണം. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഫൈബർ, ഇത് 4ഉം ആവശ്യത്തിന് കഴിച്ചിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റണ്ണിങ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലേ മാറും. കാരണം റണ്ണിങ് എന്ന് പറഞ്ഞ എക്സസൈസ് മാത്രമല്ല, നമ്മുടെ മൈൻഡിനെ തന്നെ കാം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ സൂപ്പർ പവറാണ് റണ്ണിങ് എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ വീഡിയോ കണ്ട് നിങ്ങൾ റണ്ണിങ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്, ഇതേപോലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.